ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല പുളി കുറഞ്ഞ കൂടിയ തൈരാണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ മതിയാകും. എൻ്റെ തൈരിന് പുളി കുറവായതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. ആ ടൈമിൽ നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ആ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഞാനൊരു മീഡിയം സൈസ് സവാള ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞതാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചതാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ആ ടൈമിൽ നമ്മൾ മാവ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇവിടെ നല്ല കട്ടി പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഞാനൊരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമ്മളൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലായിട്ട് വേണം ഈ മാവ് കിട്ടാനായിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതിയാകും. ഇനി ഇതിലോട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വല്ലാണ്ട് പരത്തണ്ട, ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന മസാല വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കണത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ മസാലയുടെ മുകളിൽ കുറച്ചും കൂടെ മാവ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു ഒരുവിധം വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പിന്നെ നമുക്കിതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇത് വെറുതെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടുന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.